ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലിനു. നമ്മൾ ഇന്നും ഒരു വേറെ വെറൈറ്റി ആയിട്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വാട്സപ്പ് ട്രിക്ക് തന്നെയാണ്. നമ്മുടെ എപ്പിസോഡെല്ലാം അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ സ്റ്റാറ്റസ് താഴെ നമ്മൾ കാണാം എത്ര പേര് വ്യൂവേഴ്സ് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അതെ, എന്നാൽ സെറ്റിങ്സിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ താഴെ വ്യൂവേഴ്സിനെ കാണിക്കത്തില്ല, അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും. വ്യൂവേഴ്സിന് കാണാൻ പറ്റും, പക്ഷേ നമ്മൾ താഴെ എത്ര പേരുണ്ട് കണ്ടു എന്ന് കാണില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നമ്മൾ വേറൊരാളെ വീഡിയോ കണ്ടാലും നമ്മൾ കണ്ടു എന്ന് അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ അങ്ങനെ സെറ്റിങ്സ് വാട്സപ്പിലുണ്ട്. നമുക്ക് ആ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. കമൻറ്റ്സ് ഇടണം. നിങ്ങളുടെ കമൻറ്റ്സൊക്കെയാണ് നമുക്ക് വേറെ വേറെ വീഡിയോസും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നും നമുക്കതിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വാട്സപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. വാട്സപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം മുകളിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രൈവസി എന്ന ഓപ്ഷൻ കണ്ടോ, ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. നാലാമത്തെ ഓപ്ഷൻ റീഡ് റെസിപ്റ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓണായി കിടക്കും. അത് നമ്മൾ ഓഫ് ചെയ്തിടുക. നമ്മുടെ സെറ്റിങ്സ് എല്ലാം ഇപ്പം കംപ്ലീറ്റ് ആയി. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് ഇട്ട് കാണിക്കാം. നേരത്തെ ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് നോക്കാം. നമ്മൾ നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു, സ്റ്റാറ്റസ് എടുക്കുന്നു. ഞാൻ 6 മിനിറ്റ് മുമ്പ് സ്റ്റാറ്റസ് ഇട്ടു. 2 പേരാണ് കണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇനി ഇതിൽ കാണുന്ന കുറേ സ്റ്റാറ്റസ് കിടപ്പുണ്ട്. ആ സ്റ്റാറ്റസ് എല്ലാം ഞാൻ ഇനി കണ്ടാലും അത് അവർക്ക് ഞാൻ കണ്ടു എന്ന് അവർക്ക് മനസ്സിലാകില്ല, അവർക്ക് കാണിക്കില്ല. അവിടെ താഴെ നമ്മൾ ഇത്ര പേര് കണ്ടു എന്നുള്ള ഓപ്ഷൻ കാണിക്കില്ല, അത് കാണില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കാണിച്ചു തരാം. നേരെ നമ്മുടെ ഫോട്ടോസ് എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. അതിൽ ഫോട്ടോസ് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നു. അതിൽ നമ്മളൊരു ഫോട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്തു. ആ ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്ലോഡ് ചെയ്ത് ഇപ്പം ഓക്കെ ആണ്. ഇനി നമുക്ക് എൻ്റെ രണ്ടാമത്തെ ഒരു അക്കൗണ്ട് ഉണ്ട്, നമ്മുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട്. ഓക്കെ, വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൽ നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ആ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, സ്റ്റാറ്റസ് എടുത്തു. മൈ ഐഡിയ അത് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേരിലാണ്. അപ്പോൾ ആ സ്റ്റാറ്റസ് ഞാൻ കണ്ടു, ഇപ്പോൾ കണ്ടിട്ടുണ്ട് ആൾറെഡി. അപ്പം സാധാരണ ഇതിൽ നമുക്ക് സ്റ്റാറ്റസ് കണ്ട ഒരാളുടെ പേര് താഴെ കാണിക്കണമല്ലോ. അത് ഞാൻ നോക്കിയപ്പോൾ രണ്ടാമത്തേത് കണ്ടോ, 0 ആണ് കണ്ടത്. ഞാൻ സത്യത്തിൽ അതിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ 0 ആണ് കാണിക്കുന്നത്. നമുക്കൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരെ ബിസിനസ്സിൽ പോകുന്നു, വീണ്ടും സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റാറ്റസ് നമ്മൾ ഓപ്പൺ മൈ ഐഡിയ എന്ന ഓപ്ഷനിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ സ്റ്റാറ്റസ് കണ്ടു. രണ്ടാമത്തെ സ്റ്റാറ്റസും കണ്ടു. ഇപ്പോൾ 2 സ്റ്റാറ്റസ് ഞാൻ കണ്ടു. ശരിയല്ലേ? ഇനി നമുക്ക് വീണ്ടും ഒന്നാമത്തെ വാട്സപ്പിലേക്ക് പോവാം. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ വാട്സപ്പിൽ പോകുന്നു, അതിൽ സ്റ്റാറ്റസ് എടുക്കുന്നു. സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തു. അതിൽ 2 പേരാണ് കണ്ടിട്ടുള്ളത്. ആ സ്റ്റാറ്റസ് രണ്ടാമത്തെ സ്റ്റാറ്റസ് ആരും കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാണ്, വേറൊരു അക്കൗണ്ടിൽ നിന്ന് കണ്ടതാണ്, പക്ഷേ ആരും കണ്ടിട്ടില്ല എന്നാണ് താഴെ കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഒന്നും കൂടെ ബിസിനസ് അക്കൗണ്ടിലേക്ക് പോകാം. അവിടെ ഞാൻ സ്റ്റാറ്റസ് ഇപ്പം സെലക്ട് ചെയ്യുന്നു. ബിസിനസ് അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഫോട്ടോ ആയിക്കോട്ടെ. ഇത് സെലക്ട് ചെയ്യുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, സെൻഡിങ് ചെയ്യുന്നു. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ രണ്ടാമത്തെ വാട്സപ്പിൽ ബാക്ക് ചെയ്ത് രണ്ടാമത് മീൻസ് ആദ്യത്തെ നോർമൽ വാട്സപ്പിലേക്ക് വീണ്ടും പോകുന്നു. അതിൽ കണ്ടോ മൈ എയർടെൽ, അതാണ് ഞാൻ ആ നമ്പർ സേവ് ചെയ്തേക്കുന്നത്. ആ ഓപ്പൺ ചെയ്തു. ആ സ്റ്റാറ്റസ് ഞാൻ കണ്ടു. കണ്ടോ, ആ സ്റ്റാറ്റസും കണ്ടു. വീണ്ടും ബിസിനസ്സിലേക്ക് പോകുന്നു. അതിൽ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തു. ആരും കണ്ടോ നോക്കാം. ആരും കണ്ടിട്ടില്ല. കണ്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ലിനു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.